സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദനാണെങ്കിൽ പ്രഭാവതിയോട് കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് പറയുന്നുണ്ട്. ഈ സമയം പ്രഭാവതി പറയുന്നുണ്ട്, ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം, നീ ഒരിക്കലും കുറ്റം സമ്മതിക്കരുത്, മറ്റാരുടെ മുന്നിലും ഇങ്ങനെയൊന്നും വിളിച്ച് പറയരുത്, ദേവിക പോലും ഒന്നും അറിയണ്ട, അവൾ സത്യത്തിൻ്റെ പതിയിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പ്രഭാവതിയാണെങ്കിൽ നന്ദുവിനോട് പറയുന്നു. ഈ സമയം നന്ദനും തൻ്റെ അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞതിൻ്റെ ആശ്വാസത്തിൽ തന്നെയാണ്. പിന്നീട് ചന്ദ്രമതിയാണെങ്കിൽ ത്യാഗരാജനിൽ നിന്നും ആ കാര്യം അറിയുകയാണ്. അതായത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ കുടിച്ച് വശം കെട്ട് ഇങ്ങോട്ട് കയറി വന്നതെന്നൊക്കെ പറയുമ്പോൾ അരുന്ധതി തന്നെ തല്ലിയെന്നും ഋഷിയുടെ പേരിലാണ് തന്നെ തല്ലിയതെന്നൊക്കെ പറയുമ്പോൾ തന്നെ അരുന്ധതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്രമതി വേഗം തന്നെ നമ്മുടെ പ്രഭാവതിയെ വിളിച്ചിട്ട് ഇക്കാര്യം ചോദിക്കാനായിട്ട് അരുന്ധതിയുടെ വീട്ടിലേക്ക് പോകണം. കാരണം തോന്നുന്ന സമയത്ത് തല്ലാനുള്ളതാണ് തൻ്റെ അനിയനെന്നും പിന്നെ അവളുടെ മകന് മാത്രം എല്ലാവരെയും അപമാനിക്കാം, പക്ഷെ മറ്റാരും ഒന്നും പറയാൻ പാടില്ല എന്നുള്ള നിയമം അത് മാറ്റിമറിക്കണം, അതുകൊണ്ട് നീ കൂടി എൻ്റെ കൂടെ വരണം എന്നൊക്കെ ഇങ്ങനെ പ്രഭാവതിയോട് പറയുമ്പോൾ ഋഷി ഒന്ന് നിർത്താമോ, തനിക്ക് ആ പേര് കേട്ട് മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭയാണെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് ഫോൺ വെക്കുകയാണ്. പിന്നീട് ചടഞ്ഞു കൂടിയിരിക്കുന്ന നന്ദനെ കാണാനായിട്ട് കെവിൻ വരുന്നുണ്ട്. കെവിനെ കാണുമ്പോൾ തന്നെ നന്ദൻ വീണ്ടും ഷോക്കാവുകയാണ്. നന്ദനോട് കെവിൻ പറയുകയാണ്, ദേ നോക്ക്, നമ്മൾ തമ്മിലുള്ള ആ രഹസ്യം രഹസ്യമായി തന്നെ ഇരിക്കണം, മറ്റാരോട് നീ പറയരുത്, നിൻ്റെ മാനസിക നില കൈവിട്ട് പോകുന്ന ഏതവസ്ഥയിൽ നിനക്ക് എന്നെ വിളിക്കാം, ആരെയും അറിയിക്കരുതെന്നൊക്കെ പറയുമ്പോൾ കെവിൻ എന്നോട് ക്ഷമിക്കണം, ഈ സത്യങ്ങളൊക്കെ തന്നെ എനിക്ക് ഒരാളോട് കൂടി തുറന്ന് പറയേണ്ടി വന്നു എന്നിങ്ങനെ നന്ദൻ പറയുന്നു. ആരോടാണെന്നിങ്ങനെ കെവിൻ വളരെ ഞെട്ടലോട് കൂടിയിട്ട് ചോദിക്കുകയാണ്. മറ്റാരോടുമല്ല, എൻ്റെ അമ്മയോട്, എനിക്ക് അമ്മയോടെല്ലാം തുറന്നു പറയേണ്ടി വന്നു. അത് സാരല്ല, ഇനിയിപ്പോൾ നമ്മൾ 3 പേരല്ലാതെ 4മതൊരാൾ ഈ വിവരം അറിയരുത്, അത് ആപത്താണെന്നിങ്ങനെ കെവിൻ പറയുന്നു. ഞാൻ എന്തായാലും ആൻറ്റിയെ കണ്ട് സംസാരിക്കാം, നീ ഇനി ഇങ്ങനെ ഇവിടെ ഇരിക്കാതെ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് കമ്പനിയിലേക്ക് വന്ന് ജോയിൻ ചെയ്യണം, അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നൊക്കെ കെവിൻ നന്ദനെ അറിയിക്കുന്നു. എന്തായാലും കെവിൻ ആവട്ടെ പ്രഭാവതിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. പ്രഭാവതിയോട് പറയുകയാണ്, ഒരു നിമിഷത്തിലെ കയ്യബദ്ധമായിരുന്നു നന്ദൻ്റെ ആ ഒരു കൊലപാതകം, അതിനി ആൻറ്റി ഇനി ആരോടും പറയരുത്, പറഞ്ഞാൽ അറിയാമല്ലോ നന്ദന് കിട്ടാവുന്ന ശിക്ഷ, അവൻ എല്ലാം കൊണ്ടും ലോക്കായി പോവും, മാത്രമല്ല ചന്ദ്രോത്ത് വീടിൻ്റെ അഭിമാനം അന്തസ്സ് എല്ലാം കുത്തിയൊലിച്ചു പോകുമെന്നൊക്കെ പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, എനിക്കറിയാം, എനിക്കെല്ലാത്തിനും വലുത് എൻ്റെ മകൻ്റെ ജീവിതമാണ്, അവൻ്റെ ജീവിതം ഞാൻ കാരണം കൊണ്ടില്ലാതെ ആവരുത്, ഞാനൊന്നും പറയരുതായിരുന്നു അവനോട്, പക്ഷേ എൻ്റെ ഒരു നിർഭാഗ്യവശാൽ പറഞ്ഞു പോയതാണെന്നൊക്കെ പറയുകയാണ്. ശരി ആൻറ്റി, ഇത് 4മതൊരാളെ അറിയിക്കരുത്, ദയവ് ചെയ്ത് ഇത് അറിഞ്ഞാൽ പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ ഇല്ല, എൻ്റെ മോൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ആരോടും പറയില്ല എന്ന് പ്രഭാവതി ആണയിട്ട് പറയുന്നു. എന്തായാലും അതൊക്കെ ഉറപ്പിച്ചുകൊണ്ടാണ് കെവിൻ തിരിച്ചു പോകുന്നത്. പിന്നീട് ഛത്രപതിയാണെങ്കിൽ പ്രഭയോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് എത്തുകയാണ്. നീ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പ്രഭേ, പക്ഷേ നിനക്ക് നിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉത്സാഹമുള്ളൂ, എൻ്റെ അനിയനെ തല്ലി അരുന്ധതിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് നീ വന്നില്ല, നീ ഓരോ ന്യായങ്ങളും പറഞ്ഞ് ഫോൺ വെച്ചു, എനിക്കത് അറിയണം, എന്താ നീ വരാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചന്ദ്രമതി, നിന്നോട് ഞാൻ ഇതുവരെയും ഒന്നും മറച്ചു വെച്ചിട്ടില്ല, നീ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്, നിനക്ക് എന്നോടോ എനിക്ക് നിന്നോടോ ഒന്നും മറയ്ക്കാനും കഴിയില്ല, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നീ എന്നെ മനസ്സിലാക്കണമെന്നൊക്കെ പറയുമ്പോൾ പ്രഭേ എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കാര്യം പറയും. അങ്ങനെ ചന്ദ്രമതിയോട് തൻ്റെ മകൻ കൊലക്കുറ്റം ചെയ്തതെന്ന ആ ഒരു സത്യം പ്രഭാവതിയാണെങ്കിൽ മനസ്സ് തുറക്കുകയാണ്. അങ്ങനെ അതിന് നയിച്ച സാഹചര്യങ്ങളൊക്കെ തന്നെ പ്രഭാവതി ചന്ദ്രമതിക്ക് മുന്നിൽ പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രമതിയാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. പ്രഭേ, നീ എന്തൊക്കെയാണ് പറയുന്നത്? അതെ, സത്യമാണ്, ഋഷിയെ കൊന്നത് നമ്മുടെ നന്ദനാണ്, ഋഷി ഇപ്പോൾ ജീവനോടെ ഇല്ല, ഇതൊക്കെ തന്നെ പോലീസുകാർക്കും അറിയാം, പക്ഷേ അവരാരെയോ ഭയന്നിട്ടാണ് പുറത്തു വിടാത്തതെന്നൊക്കെ പറയുമ്പോൾ തന്നെ ചന്ദ്രപതിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. എന്തായാലും എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടാളും ആകെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.